iPhone Tips വീഡിയോ സീരീസിലെ 8ാമത്തെ പാർട്ട് വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിന് മുമ്പുള്ള കുറേ പാട്ടുകൾ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അതെല്ലാം ഞാൻ ഒരു പ്ലേലിസ്റ്റ് ആക്കിയിട്ട് ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഇവിടെ ഐ ബട്ടണിൽ ഞാൻ കൊടുക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് കയറി ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ആദ്യത്തെ ടിപ്പ് എന്ന് പറയുന്നത് ആപ്പിൾ ഡിവൈസുകളാണ് ഏറ്റവും കൂടുതൽ പ്രൈവസിയും സെക്യൂരിറ്റിയും അവരുടെ യൂസേഴ്സിന് കൊടുക്കുന്നത്. എന്നാൽ ഈ ഒരു ആപ്പിൾ തന്നെ നമ്മുടെ കുറച്ച് ലൊക്കേഷനും കാര്യങ്ങളൊക്കെ നമ്മൾ അറിയാതെ ട്രാക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെ ഡിസേബിൾ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. സെറ്റിംഗ്സ് എടുക്കുക, നേരെ താഴേക്ക് വന്നതിന് നിങ്ങൾക്ക് ഇവിടെ പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി എന്ന ഓപ്ഷൻ കിട്ടുന്നതായിരിക്കും. അതിനകത്ത് ലൊക്കേഷൻ സർവീസസ് സെലക്ട് ചെയ്യുക. നേരെ താഴേക്ക് വന്നാൽ നിങ്ങൾക്ക് ഇവിടെ സിസ്റ്റം സർവീസസ് കിട്ടുന്നതായിരിക്കും. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ താഴേക്ക് വന്നാൽ നിങ്ങൾക്ക് ഇവിടെ സിഗ്നിഫിക്കൻറ്റ് ലൊക്കേഷൻസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കിട്ടുന്നതായിരിക്കും. അത് സെലക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ഫേസ് ഐ ഡി സ്കാൻ ആവുന്നതായിരിക്കും. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കണ്ടും 25 റെക്കോർഡ് നമ്മുടെ ഈ ഒരു ആപ്പിൾ നമ്മുടെ ലൊക്കേഷനും കാര്യങ്ങളും ഇവിടെ ട്രാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് അത് വേണമെങ്കിൽ ഇവിടെ ക്ലിയർ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ തരത്തിൽ നമ്മുടെ എവിടെയൊക്കെ നമ്മൾ പോകുന്നുണ്ട് അതെല്ലാം നമ്മുടെ ഈ ഒരു ആപ്പിൾ ഡിവൈസ് നമ്മുടെ അറിവില്ലാതെ തന്നെ അവർ സ്റ്റോർ ചെയ്ത് വയ്ക്കുന്നുണ്ട്. നിങ്ങൾ എപ്പോഴും നിങ്ങൾ ഒരു മാസത്തിൽ ഒരിക്കലെങ്കിലും ഇവിടെ വന്നിട്ട് ഇത് ക്ലിയർ ഹിസ്റ്ററി കൊടുത്തിട്ട് നിങ്ങൾ ഈ ഒരു സ്ഥലങ്ങൾ ക്ലിയർ ചെയ്ത് കൊടുക്കുക. ഇല്ലെങ്കിൽ ഈ ഒരു ലൊക്കേഷൻസ് നിങ്ങളുടെ ഫോണിൽ തന്നെ എപ്പോഴും കാണുന്നതായിരിക്കും. ആപ്പിൾ അവരുടെ ആ ഒരു ലൊക്കേഷൻ ആക്യുറസി കൂട്ടാനായിട്ട് ഇത് എപ്പോഴും അവരുടെ ഫോണിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ടും ഓഫ് ചെയ്യണമെങ്കിൽ ഇവിടെ കണ്ടും സിഗ്നിഫിക്കൻറ്റ് ലൊക്കേഷൻസ് എന്ന് പറഞ്ഞ ടോഗിൾ നിങ്ങളുടെ കിട്ടുന്നതായിരിക്കും. അത് ജസ്റ്റ് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ഫീച്ചർ കംപ്ലീറ്റ് ആയിട്ട് ഓഫ് ചെയ്ത് വെക്കാൻ പറ്റുന്നതാണ്. അടുത്തൊരു ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ രാത്രി കാലങ്ങളിൽ ഫോട്ടോയോ വീഡിയോ എടുക്കുന്ന സമയത്ത് ഏതെങ്കിലും ലൈറ്റ് സോഴ്സിന് നേരെ നമ്മുടെ ക്യാമറ പോയിന്റ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമ്മുടെ സ്ക്രീൻ ഫ്ലിക്കർ ചെയ്യാൻ തുടങ്ങും. അതായത് സ്ക്രീൻ എപ്പോഴും ഇങ്ങനെ വെട്ടി നിൽക്കുന്ന നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു ഫ്ലിക്കറിങ് എങ്ങനെ നമുക്ക് ഒഴിവാക്കാൻ പറ്റുമെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അതിനായിട്ട് നിങ്ങളുടെ ഫോണിൻ്റെ സെറ്റിംഗ്സ് എടുക്കുക, നേരെ താഴേക്ക് വന്നാൽ നിങ്ങൾക്ക് ഇവിടെ ക്യാമറ എന്ന് പറഞ്ഞ ഓപ്ഷൻ കിട്ടുന്നതായിരിക്കും. ജസ്റ്റ് ക്യാമറ സെലക്ട് ചെയ്യുക. ക്യാമറ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് ജസ്റ്റ് ഇവിടെ റെക്കോർഡ് വീഡിയോ സെലക്ട് ചെയ്യുക. റെക്കോർഡ് വീഡിയോ സെലക്ട് ചെയ്ത് നേരെ താഴേക്ക് വന്നാൽ നിങ്ങൾക്ക് ഇവിടെ കണ്ടും ഷോ പാൽ ഫോർമാറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് മുകളിലേക്ക് വന്നാൽ ഇവിടെ കണ്ടും 4K 25 ഫ്രെയിംസ് പെർ സെക്കൻഡ് പാൽ എന്ന് പറഞ്ഞ ഓപ്ഷൻ കിട്ടുന്നതായിരിക്കും. അത് ജസ്റ്റ് ടോഗിൾ ചെയ്ത് കഴിഞ്ഞാൽ ഇത് നിങ്ങൾ ഏത് ലൈറ്റ് സോഴ്സിന് നേരെ നിങ്ങളുടെ ക്യാമറ പോയിന്റ് ചെയ്താലും നിങ്ങൾക്ക് ആ ഒരു ഫ്ലിക്കറിങ് ഇഷ്യൂ നിങ്ങളുടെ ഫോണിൽ വരത്തില്ല. പെർഫെക്റ്റ് ആയിട്ടുള്ള വീഡിയോ ഫോട്ടോസ് ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ട്രിക്ക് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. വർക്ക് ആവുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അടുത്ത ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ iOS 7 വന്ന പുതിയൊരു ഫീച്ചറാണ്. അതായത് ഇവിടെ കണ്ടിട്ടും എനിക്ക് ഒരു സ്റ്റാൻഡിൽ ഞാൻ ഒരു മാക്സ് ചാർജർ യൂസ് ചെയ്ത് എൻ്റെ ഫോൺ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിലൊരു സ്റ്റാൻഡ് ബൈ ഫീച്ചർ നമ്മുടെ ഐഫോൺസിൽ വരുന്നുണ്ട്. അപ്പോൾ ഈ സ്റ്റാൻഡ് ബൈ ഫീച്ചറിൽ നമുക്ക് ഒത്തിരിയധികം വിഡ്ജറ്റും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നുണ്ട്. ഇവിടെ കണ്ടിട്ട് നമുക്ക് ഫോട്ടോസ് ചെയ്യാൻ പറ്റും, നമുക്കൊരു ക്ലോക്കൊക്കെ ഇവിടെ സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ ഒരു സ്റ്റാൻഡ് ബൈ ഫീച്ചറിൽ കുറച്ചും കൂടെ ഫീച്ചേഴ്സ് ഉണ്ട്. നമുക്ക് ഇത് എങ്ങനെ എഡിറ്റ് ചെയ്തിട്ട് നമ്മുടെ രീതിക്ക് എങ്ങനെ ഇത് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുമെന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അതിൻ്റെ ജസ്റ്റ് ഇതിനകത്തൊന്ന് പ്രസൻറ്റ് ഹോൾഡ് ചെയ്യുക. പ്രസൻറ്റ് ഹോൾഡ് ചെയ്യുമ്പോൾ നമ്മുടെ ഫേസ് ഐ ഡി ചോദിക്കുന്നത് അല്ലെങ്കിൽ പാസ്വേഡ് ജസ്റ്റ് എൻ്റർ ചെയ്ത് കൊടുക്കുക. എൻ്റർ ചെയ്ത് കൊടുക്കാൻ നമുക്ക് ഇവിടെ കണക്ട് നമുക്ക് ഒത്തിരിയധികം സ്റ്റൈൽസ് ഇവിടെ കിട്ടുന്നതായിരിക്കും. ഈ ഒരു സ്റ്റൈലൊക്കെ നമുക്ക് ഇവിടെ ചൂസ് ചെയ്ത് നോക്കാൻ പറ്റുന്നതാണ്. എനിക്ക് ഈ ഒരു ക്ലോക്കാണ് ഞാൻ എൻ്റെ ഫോണിൽ എപ്പോഴും യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ക്ലോക്കിൻ്റെ കളർ നോക്കി കഴിഞ്ഞാൽ ഒരു ഓറഞ്ച് ബ്ലൂ ആണ് നമുക്ക് ഇതിനകത്ത് വരുന്നത്. ഇതിൻ്റെ കളർ ചേഞ്ച് ചെയ്യാണ്ട് ജസ്റ്റ് ഈ ഒരു വൈറ്റ് ഐക്കണിൽ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കുറച്ചധികം കളേഴ്സ് ഇവിടെ കിട്ടുന്നതായിരിക്കും. ഇങ്ങോട്ട് സ്ക്രോൾ ചെയ്താൽ നമുക്ക് വേറെയും കളേഴ്സ് ഇവിടെ കിട്ടുന്നതായിരിക്കും. ഈ ഒരു കളേഴ്സ് എല്ലാം നമുക്ക് ഇതിനകത്ത് സെറ്റ് ചെയ്തിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ ഈ ഒരു സ്റ്റാൻഡ് ബൈയുടെ കളേഴ്സ് ചേഞ്ച് ചെയ്ത് നമ്മുടെ പേഴ്സണലായിട്ടുള്ള ഒരു രീതിയിൽ ഇത് കസ്റ്റമൈസ് ചെയ്ത് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് തോന്നുന്ന ഈ ഒരു ക്ലോക്കാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഈ ഒരു ക്ലോക്ക് ആയിരിക്കും എപ്പോഴും എൻ്റെ സ്റ്റാൻഡ് ബൈ ആയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റാൻഡ് ബൈയുടെ ഫീച്ചർ എന്ന് പറയുന്നത്. അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ അടുത്ത മാസം റിലീസ് ആകാൻ പോകുന്ന iOS 17 വന്നിരിക്കുന്ന ഒരു ഫീച്ചറാണ്. നമ്മുടെ ക്യാമറയിലാണ് ആ ഒരു ഫീച്ചർ വന്നിരിക്കുന്നത്. അതായത് നമുക്കിപ്പം ലെവലായിട്ടുള്ള ഷോട്ട്സ് എടുക്കാനായിട്ട് നമ്മുടെ ഐഫോണിൻ്റെ ക്യാമറയിൽ ഒരു ബാർ വരുന്നതായിരിക്കും. അതായത് നമ്മുടെ ഫോണിൻ്റെ ക്യാമറ ലെവലാണോ എന്ന് നമുക്ക് അത് വെച്ച് ചെക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അത് ഇനേബിൾ ചെയ്യാണ്ട് ജസ്റ്റ് നിങ്ങൾ സെറ്റിംഗ്സ് എടുക്കാൻ നേരെ താഴേക്ക് വന്നാൽ നിങ്ങൾക്ക് ക്യാമറ കിട്ടുന്നതായിരിക്കും. ക്യാമറ സെലക്ട് ചെയ്ത് നേരെ താഴേക്ക് വന്നാൽ ഇവിടെ കണ്ടും ലെവൽ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അത് ജസ്റ്റ് ഇനേബിൾ ചെയ്ത് കൊടുക്കുക. ഇത് നിങ്ങൾ ഏതെങ്കിലും ഒരു ക്യാമറ ഓപ്പൺ ചെയ്തിട്ട് ജസ്റ്റ് നിങ്ങളൊരു ഫോട്ടോ എടുക്കാൻ നേരെ നോക്കിയാൽ നമുക്കിവിടെ കണ്ടും ഒരു ബാർ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഇത് നമ്മൾ ചരിക്കുന്നതനുസരിച്ച് ഈ ഒരു ബാർ ലെവലാവുന്നോ ഇല്ലയെന്ന് നമുക്ക് കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ കാണാൻ പറ്റില്ല. എന്നാലും നമുക്ക് ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഈ രീതി ഇങ്ങനെ വെച്ചിട്ട് കാണിച്ചു കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ പറ്റും ഒരു ലെവലിൻ്റെ ഒരു ഐക്കൺ നമുക്കിവിടെ കാണുന്നുണ്ട്. ഈ രീതിയിൽ നമുക്ക് ലെവലാണോ എന്ന് നമ്മുടെ വീഡിയോസ് ചെക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. iOS 17 ഈ ഒരു ഫീച്ചർ വന്നിരിക്കുന്നത്. ഇപ്പം നിങ്ങളുടെ ഫോണിൽ ചെക്ക് ചെയ്താൽ ഇത് കിട്ടത്തില്ല. iOS 17 അടുത്ത മാസം റിലീസ് ആകുമ്പോൾ നിങ്ങൾക്ക് എല്ലാ ഫോണിലും ഇത് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അടുത്ത ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു മ്യൂസിക് പ്ലേ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് നമ്മൾ ക്യാമറ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ നമ്മുടെ മ്യൂസിക് ഓട്ടോമാറ്റിക്കായിട്ട് സ്റ്റോപ്പ് ആവുന്നതായിരിക്കും. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ ഏതെങ്കിലും വീഡിയോ എടുക്കുന്ന സമയത്ത് നമ്മുടെ മ്യൂസിക്കും കൂടെ ഒപ്പം അതിൻ്റെ കൂടെ പ്ലേ ആവണമെങ്കിൽ അതിൻ്റെ ട്രിക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ജസ്റ്റ് നിങ്ങളുടെ ലോക്ക് സ്ക്രീൻ എടുക്കുക. ലോക്ക് സ്ക്രീൻ എടുത്തിട്ട് ജസ്റ്റ് റൈറ്റിലേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ ക്യാമറ ഓപ്പൺ ആയിട്ട് വരുന്നതായിരിക്കും. അടുത്തായിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള ഏതെങ്കിലും ഒരു മ്യൂസിക് പ്ലേ ചെയ്യുക. ഞാൻ അവിടെ മ്യൂസിക് പ്ലേ ചെയ്യുന്നില്ല, കാരണം നമുക്ക് കോപ്പറേറ്റിൻ്റെ പ്രശ്നങ്ങളൊക്കെ വരുന്നതായിരിക്കും. അപ്പോൾ ഞാൻ അവിടെ എൻ്റെ ബാക്ക്ഗ്രൗണ്ട് സൗണ്ടാണ് ഇതിന് ആക്ടിവേറ്റ് ചെയ്യാൻ പോകുന്നത്. ജസ്റ്റ് ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് നമുക്ക് ഇനേബിൾ ചെയ്യാം. ജസ്റ്റ് ഇത് പ്രസ് ചെയ്യുക. നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് ഓപ്പൺ ആക്കുക. ജസ്റ്റ് സൗണ്ട് കുറച്ച് വയ്ക്കുന്നുണ്ട്. ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് കൂടെ ആക്റ്റീവാണ്. അടുത്തിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ജസ്റ്റ് നമ്മുടെ ഈ ഒരു ക്യാമറയുടെ ഷട്ടർ ബട്ടൺ ജസ്റ്റ് പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്തിട്ട് റൈറ്റിലേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ക്യാമറ ഇവിടെ റെക്കോർഡ് ആകാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് സൗണ്ടും ഇതിൻ്റെ ഒപ്പം വർക്കിംഗ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് എത്ര നേരം വേണം നമുക്ക് ആ സോങ് പ്ലേ ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ എടുക്കാൻ പറ്റുന്നത്. വീഡിയോ എടുത്തതിന് ശേഷം ജസ്റ്റ് നിങ്ങൾ വീഡിയോ നിർത്തി കഴിഞ്ഞാലും നിങ്ങൾക്ക് ഈ ഒരു സോങ് നിങ്ങളുടെ വീഡിയോടൊപ്പം നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നതാണ്. ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഇതൊന്ന് ഓഫ് ചെയ്തിട്ട് ഈ വീഡിയോ ഒന്ന് പ്ലേ ചെയ്ത് കേൾപ്പിച്ചു തരാം.
നമ്മുടെ ക്യാമറ ഇവിടെ റെക്കോർഡ് ആവാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് ഇതിൻ്റെ ഒപ്പം വർക്കിംഗ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് എത്ര നേരം വേണം നമുക്ക് അതുകൊണ്ട് നമ്മുടെ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് നമ്മുടെ ആ ഒരു വീഡിയോയ്ക്കൊപ്പം റെക്കോർഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ ഏതെങ്കിലും ഒരു സോങ് നമ്മുടെ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ഒപ്പം പ്ലേ ചെയ്തിട്ട് ആ ഒരു വീഡിയോയിൽ ആ ഒരു സോങ് കൂടെ ഉൾപ്പെടുത്തുന്നത്. അടുത്ത ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഐഫോണിൽ മലയാളം ടൈപ്പ് ചെയ്യാനായിട്ട് നമുക്ക് ഇനി ഒരു തേർഡ് പാർട്ടി ആപ്പിൻ്റെ ആവശ്യമില്ല. നമ്മുടെ ഐഫോണിൽ തന്നെ ഒരു ഇൻബിൽറ്റ് ആയിട്ടൊരു മലയാളം കീബോർഡ് വരുന്നുണ്ട്. അപ്പോൾ അത് എങ്ങനെ എനേബിൾ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അതിനായിട്ട് നിങ്ങളുടെ സെറ്റിംഗ്സ് എടുക്കുക. ജനറൽ സെലക്ട് ചെയ്തിട്ട് നേരെ താഴേക്ക് വന്ന് നിങ്ങൾക്ക് ഇവിടെ കീബോർഡ് കിട്ടുന്നതായിരിക്കും. കീബോർഡ് സെലക്ട് ചെയ്യുക. ഇവിടെ മുകളിലായിട്ട് നമുക്കിവിടെ കാണും കീബോർഡ് നമ്മുടെ സെക്ഷൻ ഉണ്ട്. നിങ്ങൾ കറൻറ്റ്ലി നിങ്ങളുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള എല്ലാ കീബോർഡ്സും നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നതാണ്. ഇവിടെ തൊട്ട് താഴെ കണ്ടും ആഡ് ന്യൂ കീബോർഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അത് സെലക്ട് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് എത്ര ലാംഗ്വേജസിൽ നിങ്ങൾക്ക് കീബോർഡ് ഉണ്ട് അതെല്ലാം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നതാണ്. ജസ്റ്റ് നിങ്ങളോട് വന്നിട്ട് സെർച്ചിൽ മലയാളം ഒന്ന് സെർച്ച് ചെയ്യുക. മലയാളം സെർച്ച് ചെയ്യുന്നുണ്ട്. നമ്മുടെ മലയാളം കീബോർഡ് ഇവിടെ കാണിക്കുന്നതായിരിക്കും. ജസ്റ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കണ്ട് രണ്ട് ഓപ്ഷൻസ് നമുക്കിവിടെ ഉണ്ട്. മലയാളം സ്റ്റാൻഡേർഡ് ഉണ്ട്, അതായത് പക്കായിട്ടുള്ള മലയാളം ലെറ്റേഴ്സ് ആയിരിക്കും അതിനകത്ത് കാണിക്കുന്നത്. നമ്മൾ നോർമലായിട്ട് യൂസ് ചെയ്യുന്നത് നമ്മൾ മംഗ്ലീഷ് ടൈപ്പുള്ള ഒരു കീബോർഡാണ്. അതായത് നമ്മൾ ഇംഗ്ലീഷ് ടൈപ്പ് ചെയ്യുമ്പോൾ മലയാളത്തിൽ വരുന്ന രീതിയിലൊരു കീബോർഡ് ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഇവിടെ കണ്ടും ട്രാൻസ്ലിറ്ററേഷൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡണ്ണ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു കീബോർഡ് നമ്മുടെ ഫോണിലേക്ക് ഇവിടെ ആഡ് ആയിട്ടുണ്ട്. അപ്പോൾ അടുത്തായിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ആപ്പിനകത്ത് പോയിട്ട് ജസ്റ്റ് മലയാളം ടൈപ്പ് ചെയ്യുക. ഞാൻ അവിടെ ജസ്റ്റ് മെസ്സേജസിൽ വന്നിട്ട് മലയാളം കീബോർഡ് സെലക്ട് ചെയ്യേണ്ട ഈ ഒരു ഗ്ലോബ് പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്യുക. പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്തിട്ട് നോക്കിക്കഴിഞ്ഞാൽ അവിടെ കണ്ട് മലയാളം എന്ന് പറഞ്ഞ ഓപ്ഷൻ കിട്ടുന്നുണ്ട്. A to A എന്ന് പറഞ്ഞ ഇവിടെ കാണിക്കുന്നുണ്ട്, അതായത് ഇംഗ്ലീഷ് ടു മലയാളം എന്ന് കാണിക്കുന്നുണ്ട്. അത് സെലക്ട് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് വേണ്ടുന്നത് ഇവിടെ ടൈപ്പ് ചെയ്യുക. ഞാൻ അവിടെ ജസ്റ്റ് ഹായ് എന്ത് ചെയ്യുവാണ് അല്ല, ഈ തരത്തിൽ നമ്മൾ നോർമൽ നമ്മുടെ ആ ഒരു മംഗ്ലീഷ് കീബോർഡിൽ വരുന്ന കണക്ക് തന്നെ നമുക്ക് ഇവിടെ ആ ഒരു ഓപ്ഷൻസ് എല്ലാം നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അപ്പം വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള മലയാളമാണ് നമുക്കിന്ന് കിട്ടുന്നത്. അതുകൊണ്ട് ജസ്റ്റ് ഈ ഒരു കീബോർഡ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുകയാണെങ്കിൽ നിങ്ങളുടെ ഫോണിലുള്ള ആ ഒരു മംഗ്ലീഷ് എന്ന് പറയുന്ന തേർഡ് പാർട്ടി ആപ്പ് എന്ന് ജസ്റ്റ് നിങ്ങൾ ഡിലീറ്റ് ചെയ്യുക. എല്ലാ തേർഡ് പാർട്ടി ആപ്സും ഡിലീറ്റ് ചെയ്യുക. നമ്മുടെ നോർമലായിട്ടുള്ള ആപ്പിളിൻ്റെ കീബോർഡ് തന്നെ നമ്മൾ എടുത്തിട്ട് യൂസ് ചെയ്യുക. അടുത്തൊരു ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു ഫീച്ചറാണ്, അതായത് ടാപ്പ് ടു വേക്ക് എന്ന് പറയുന്ന ഓപ്ഷൻ. അതായത് നമ്മൾ ഈ ഒരു ഫോണിൽ ടാപ്പ് ചെയ്യുന്നുണ്ട് നമ്മുടെ ഈ ഒരു ഡിസ്പ്ലേ ഓൺ ആവുന്ന തരത്തിലൊരു സെറ്റിംഗ് നമ്മുടെ ഐഫോണിൽ എല്ലാവരും നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ചിലർക്ക് ഈ ഒരു ഫീച്ചർ വേണ്ടാന്ന് തോന്നുന്ന ആൾക്കാർക്ക് അത് എങ്ങനെ ഡിസേബിൾ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. സെറ്റിംഗ്സ് എടുക്കുക. നേരെ താഴേക്ക് വന്ന് നിങ്ങൾക്ക് ഇവിടെ ആക്സസിബിലിറ്റി കിട്ടുന്നതായിരിക്കും. ആക്സസിബിലിറ്റിയിൽ താഴേക്ക് വന്ന് ഇവിടെ ടച്ച് എന്ന് പറഞ്ഞ ഓപ്ഷൻ കിട്ടുന്നതായിരിക്കും. ടച്ച് സെലക്ട് ചെയ്ത് നേരെ താഴേക്ക് വന്ന് ഇവിടെ കണ്ടും ടാപ്പ് ടു വേക്ക് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അത് ഡിസേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഇനി നിങ്ങളുടെ ഫോണിൽ നിങ്ങൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഡിസ്പ്ലേ ഓൺ ആവത്തില്ല. നിങ്ങൾ ജസ്റ്റ് പവർ ബട്ടൺ പ്രസ് ചെയ്തെങ്കിലേ നിങ്ങളുടെ ഡിസ്പ്ലേ ഓൺ ആവത്തുള്ളൂ. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ ഈ ഒരു ഡിസ്പ്ലേ ടാപ്പ് ടു വേക്ക് എന്ന് പറഞ്ഞ ആ ഒരു ഫീച്ചർ നമ്മുടെ ഐഫോണിൽ ഓഫ് ചെയ്യുന്നത്. അടുത്ത ടിപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ഐഫോണിൽ മെഷർ എന്ന് പറഞ്ഞൊരു ആപ്പ് നമ്മുടെ ഫോണിൽ ഉണ്ട്. അപ്പോൾ എല്ലാവരും വിചാരിക്കുന്നത് ഇതിൻ്റെ മെഷർമെൻറ്റ് ഒന്നും കറക്റ്റൊന്നും അല്ല, ആർക്കും ഇതിൻ്റെ ഒരു കറക്റ്റായിട്ടുള്ള മെഷർമെൻറ്റ് ഈ ഒരു ആപ്പ് യൂസ് ചെയ്ത് എടുക്കാൻ പറ്റില്ല, ഓഗ്മെൻറ്റ് റിയാലിറ്റി ഒക്കെ വളരെ അബദ്ധമാണെന്നൊക്കെയാണ് ചിലർ വിചാരിച്ച് വെച്ചിരിക്കുന്നത്. എന്നാൽ ഇതിൻ്റെ ഒരു കറക്റ്റ് ആക്യുറസി ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതിനായിട്ട് ഞാൻ ഇവിടെ യൂസ് ചെയ്യാൻ പോകുന്നത് എൻ്റെ iPad Pro ആണ്. iPad Proൻ്റെ 11-inch iPad-ആണ് ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് ഞാൻ ജസ്റ്റ് എൻ്റെ ഒരു കറക്റ്റ് ആക്യുറസി മനസ്സിലാക്കാനായിട്ട് ഞാൻ എൻ്റെ ഡിസ്പ്ലേയിൽ പോയിട്ട് ഇതിൻ്റെ ഡാർക്ക് മോഡ് ഞാൻ ജസ്റ്റ് ഒന്ന് മാറ്റുന്നുണ്ട്. ഡാർക്ക് മോഡ് ഞാൻ അവിടെ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് എൻ്റെ ഒരു സ്ക്രീൻ കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതൊരു 11-inch iPad-ആണ് നമ്മളിവിടെ യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ 11-inch സ്ക്രീൻ നമുക്ക് ഈ ഒരു മെഷർ ആപ്പ് യൂസ് ചെയ്ത് ജസ്റ്റ് ഒന്ന് അളന്ന് നോക്കാം. ഞാൻ ജസ്റ്റ് ഇതിനകത്ത് മെഷർ ആപ്പ് എടുക്കുന്നുണ്ട്. മെഷർ സെലക്ട് ചെയ്ത് നമ്മുടെ മെഷർ ആപ്പ് വന്നിട്ടുണ്ട്. മെഷർ ആപ്പിൽ നമുക്ക് ഇതിൻ്റെ ഒരു സ്ക്രീൻ ടു ഈ ഒരു കോൺ ടു കോൺ നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഞാൻ അവിടെ ജസ്റ്റ് ആ ഒരു പോയിന്റ് വയ്ക്കുന്നുണ്ട്. പോയിന്റ് വെച്ചിട്ട് നേരെ താഴെ ഇപ്പോൾ നമ്മുടെ കാൽക്കുലേഷൻ നമുക്കിവിടെ വന്നിട്ടുണ്ട്. ഇവിടെ കണ്ട് നമ്മൾ ഇവിടെ കറണ്ട് യൂസ് ചെയ്യുന്നത് 28 സെൻറ്റിമീറ്ററാണ് നമുക്കിവിടെ വന്നിരിക്കുന്നത്. ജസ്റ്റ് അത് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ 11 ഇഞ്ച് എന്ന് ഇവിടെ കറക്റ്റായിട്ട് തന്നെ കാണിക്കുന്നുണ്ട്. ഇവിടെ കറക്റ്റായിട്ട് തന്നെ 11 ഇഞ്ച് 28 സെൻറ്റിമീറ്റർ നമുക്കിവിടെ റിസൾട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയ്ക്ക് പെർഫെക്റ്റ് ആണ് നമ്മുടെ ഈ ഒരു മെഷർ ആപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് ആരും ഇത് യൂസ് ചെയ്യാതിരിക്കാതെ എല്ലാവരും ഈ ഒരു മെഷർ ആപ്പ് യൂസ് ചെയ്ത് നിങ്ങളുടെ കാൽക്കുലേഷൻസ് ചെയ്യുക. പെർഫെക്റ്റ് ആയിട്ടുള്ള കാൽക്കുലേഷനാണ് നമുക്ക് ഈ ഒരു മെഷർ ആപ്പ് യൂസ് ചെയ്ത് നമ്മുടെ ഐഫോൺസിൽ ലഭിക്കുന്നത്. അടുത്ത ഒരു ടിപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് വാട്സാപ്പിലാണ് വരുന്നത്. നമുക്ക് വാട്സാപ്പിൽ ഇപ്പോൾ നമുക്ക് പോൾ ആഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അതായത് നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോകുന്നു, അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു സാധനം വാങ്ങുന്നു, അതിനെക്കുറിച്ചുള്ളൊരു പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരുടെ അടുത്ത് ചെക്ക് ചെയ്ത് നോക്കാൻ പറ്റുന്നതാണ്. അവർക്ക് അവരുടെ ആ ഒരു സജഷൻസ് നമുക്ക് ഈ ഒരു വഴി ലഭിക്കുന്നതായിരിക്കും. ഈ പ്ലസ് ഐക്കൺ പ്രസ് ചെയ്ത് അവിടെ തൊട്ട് താഴെ പോൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ കിട്ടുന്നതായിരിക്കും. നിങ്ങൾക്ക് വേണ്ടുന്ന സാധനം അവിടെ ജസ്റ്റ് സെലക്ട് ചെയ്യുക. ഞാൻ അവിടെ ജസ്റ്റ് നമ്മുടെ ഒരു കീബോർഡിൻ്റെ ലാംഗ്വേജ് ജസ്റ്റ് ചേഞ്ച് ചെയ്തിട്ട് ഇംഗ്ലീഷ് ആക്കാം. What should I buy? iPhone 15 Pro, 15 Pro Max, 15 Plus.
അപ്പോൾ നമ്മൾ കുറച്ച് ഓപ്ഷൻസ് നമ്മളിവിടെ സെലക്ട് ചെയ്യുന്നുണ്ട്. അതായത് ജസ്റ്റ് സെൻഡ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പോൾ നമുക്കിവിടെ വരുന്നതായിരിക്കും. നമ്മൾ കറക്റ്റായിട്ട് ആരാണ് എന്നത് പ്രസ് ചെയ്യുന്ന കറക്റ്റായിട്ടൊരു പോൾ നമുക്കിവിടെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ തരത്തിൽ നമുക്ക് ആർക്ക് വേണമെങ്കിലും ഈ തരത്തിലൊരു പോൾ നമ്മുടെ വാട്സാപ്പിൽ ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് കൂട്ടുകാരെടുത്ത് അവരുടെ സജഷൻസ് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഇപ്പം തന്നെ ജസ്റ്റ് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് ഒത്തിരി പേരുടെ സംശയമാണ്. നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു സ്ക്രീൻ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ വോയിസ് അതിൻ്റെ കൂടെ റെക്കോർഡ് ആവുന്നില്ല, ജസ്റ്റ് സ്ക്രീൻ മാത്രമേ റെക്കോർഡ് ആവുന്നുള്ളൂ. വോയിസ് എങ്ങനെ റെക്കോർഡ് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഒത്തിരി പേരുടെ സംശയമാണ്. അപ്പോൾ ഇത് സ്ക്രീൻ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ വോയിസും കൂടെ ആഡ് ചെയ്തിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ജസ്റ്റ് നിങ്ങളുടെ സ്ക്രീൻ റെക്കോർഡ് ബട്ടൺ സെലക്ട് ചെയ്യുക. അതിനകത്ത് ജസ്റ്റ് ഒന്ന് പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ കണ്ട് മൈക്രോഫോൺ ഓഫ് എന്ന് കാണിക്കുന്നത്. ജസ്റ്റ് ഈ മൈക്രോഫോണിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ മൈക്രോഫോൺ ഓൺ ആവുന്നതായിരിക്കും. ഇനി നിങ്ങൾ സ്റ്റാർട്ട് റെക്കോർഡിംഗ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ എന്താണ് സ്ക്രീൻ റെക്കോർഡ് ചെയ്തത് അതിൻ്റെ ഒപ്പം തന്നെ നിങ്ങളുടെ വോയിസും ഇതിൻ്റെ കൂടെ റെക്കോർഡ് ആവുന്നതായിരിക്കും. അപ്പോൾ ഈ തരത്തിൽ നമ്മുടെ റെക്കോർഡിങ്സിൻ്റെ കൂടെ നമുക്ക് വോയിസ് ഓവർ കൊടുത്തിട്ട് നമുക്ക് വീഡിയോസൊക്കെ ചെയ്യാൻ പറ്റുന്നതാണ്. ടിക്ടോക്കിലൊക്കെ വീഡിയോസ് നമുക്ക് ഈ തരത്തിൽ അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അടുത്തൊരു ടിപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് മെസ്സേജസ് ആപ്പിലാണ് നമുക്ക് ഈ ഒരു ടിപ്പ് വരുന്നത്. അതായത് ഇപ്പോൾ നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ മെസ്സേജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും ഒരു ലവറോ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും അതൊരു പോപ്പപ്പ് ആയിട്ട് വരുമ്പോൾ അടുത്തിരിക്കുന്ന ആൾ ചിലപ്പോൾ അത് കാണാനിടയുണ്ട്. അപ്പോൾ ആ ഒരു പോപ്പപ്പ് എങ്ങനെ നമുക്ക് ഹൈഡ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അതിനായിട്ട് ജസ്റ്റ് നിങ്ങളുടെ മെസ്സേജ് ആപ്പ് എടുക്കുക. മെസ്സേജ് ആപ്പ് എടുത്ത് ആരാണോ നിങ്ങൾക്ക് ഒരു മെസ്സേജ് അയക്കുന്ന ആ ഒരു കോൺടാക്റ്റിൽ ജസ്റ്റ് പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്യുക. ഞാൻ ഇപ്പം ജസ്റ്റ് ഇതിനകത്ത് പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്യുകയാണ്. പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്താൽ ഇവിടെ കണ്ടും ഹൈഡ് അലേർട്ട്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഇതിനകത്തുനിന്ന് നിങ്ങൾക്ക് മെസ്സേജസ് വന്നാലും നിങ്ങൾക്ക് മുകളിൽ അലേർട്ട് കാണിക്കത്തില്ല, അത് സൈലൻ്റ് ആയിട്ട് തന്നെ ഇരിക്കത്തേ ഉള്ളൂ. പക്ഷേ നിങ്ങൾക്ക് ഇവിടെ നമ്പേഴ്സ് കാണിക്കുന്നതായിരിക്കും, എത്ര മെസ്സേജ് വന്നതെന്നുള്ള നമ്പേഴ്സ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അത് വെച്ച് നിങ്ങൾക്ക് മെസ്സേജ് വന്നിട്ടുണ്ടെന്ന് അറിയാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ ട്രിക്ക് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അടുത്ത ടിപ്പ് എന്ന് പറഞ്ഞാൽ എല്ലാവരും അവരുടെ ഐഫോൺസിൽ ചെയ്തിരിക്കേണ്ട ഒരു കാര്യമാണിത്. കാരണം നിങ്ങൾ ഏതെങ്കിലും ഒരു എമർജൻസി സമയത്ത് ആരെങ്കിലും നിങ്ങളുടെ ഫാമിലി മെമ്പർ ആരെങ്കിലും നിങ്ങളെ വിളിക്കുന്ന സമയത്ത് നിങ്ങളുടെ ഫോൺ സൈലൻറ്റിലോ അല്ലെങ്കിൽ ഫോക്കസ് മോഡ് വേറെ ഏതെങ്കിലും ഫോക്കസ് മോഡ് ഡു നോട്ട് ഡിസ്റ്റർബ് അങ്ങനെ ഏതെങ്കിലും ആക്റ്റീവ് ആണെങ്കിൽ അവരുടെ കോൾ നിങ്ങൾക്ക് കിട്ടത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള സമയങ്ങളിൽ ആ ഒരു അത്യാവശ്യ ഘട്ടങ്ങളിൽ അവർ വിളിക്കുമ്പോൾ നിങ്ങളെ കിട്ടാതിരിക്കുന്നത് വലിയ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെ അത്യാവശ്യ ഘട്ടങ്ങളിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഫാമിലി മെമ്പറിൻ്റെ കോൺടാക്റ്റ് നിങ്ങൾക്ക് ഈ ഒരു ഫോക്കസ് മോഡ് ഓൺ ആയാലും നമ്മുടെ സൈലൻറ്റ് മോഡ് ഇനേബിൾ ചെയ്തിരുന്നാലും നമ്മുടെ കോൾ വന്നാലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കാനായിട്ട് ഒരു സെറ്റിംഗ് നിങ്ങളുടെ ഐഫോണിലുണ്ട്. അപ്പോൾ അതെങ്ങനെ ഇനേബിൾ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അതിനായിട്ട് ജസ്റ്റ് നിങ്ങളുടെ ഫോൺ ആപ്പ് എടുക്കുക. എന്നിട്ട് നിങ്ങൾക്ക് വേണ്ടുന്ന കോൺടാക്ട് സെലക്ട് ചെയ്യുക. ഞാൻ ഇപ്പോൾ എൻ്റെ ബ്രദറിൻ്റെ കോൺടാക്റ്റാണ് സെലക്ട് ചെയ്യുന്നത്. അടുത്തായിട്ട് മുകളിൽ എഡിറ്റിൽ സെലക്ട് ചെയ്യുക. താഴേക്കൊന്ന് നിങ്ങൾക്ക് ഇവിടെ കണ്ടും റിംഗ് ടോൺ എന്നുള്ള ഓപ്ഷൻ കിട്ടുന്നതായിരിക്കും, അത് സെലക്ട് ചെയ്യുക. അത് സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങളുടെ മുകളിൽ തന്നെ എമർജൻസി ബൈപ്പാസ് എന്ന് പറഞ്ഞ ടോഗിൾ കിട്ടുന്നതായിരിക്കും, അത് ഓണാക്കി വയ്ക്കുക. ഇത് ഓണാക്കി കഴിഞ്ഞ് നിങ്ങളുടെ ഫോൺ സൈലൻറ്റിലായിരുന്നാലും ഏതെങ്കിലും ഒരു ഡു നോട്ട് ഡിസ്റ്റർബ് അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു ഫോക്കസ് മോഡ് ഓൺ ആയിരുന്നാലും നിങ്ങൾക്ക് സൗണ്ടും വൈബ്രേഷനും ലഭിക്കുന്നതായിരിക്കും. അതുവഴി നിങ്ങൾക്ക് ആ ഒരു കോള് എടുക്കാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ഈ രീതിയിൽ ഏതെങ്കിലും ഒരു കോൺടാക്റ്റ് നിങ്ങൾ മിനിമം നിങ്ങളുടെ ഫോണിൽ നിങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കണം, എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അത്യാവശ്യ ഘട്ടങ്ങളിൽ ആ ഒരു കോൾസ് ലഭിക്കത്തുള്ളൂ. അപ്പോൾ ഈ ട്രിക്ക് നിങ്ങൾ ഇപ്പോൾ തന്നെ നിങ്ങളുടെ ഫോണിൽ ഇനേബിൾ ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. അപ്പം വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അപ്പോൾ അതിൻ്റെ കൂട്ടുകാരിലേക്ക് ജസ്റ്റ് ഒന്ന് ഷെയർ കൂടെ ചെയ്യുക. അതുപോലെ മുമ്പത്തെ വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അതിൻ്റെ എല്ലാം വീഡിയോയുടെ ലിങ്ക് ഞാൻ അവിടെ വീഡിയോ ഡിസ്ക്രിപ്ഷനിലോ അല്ലെങ്കിൽ ഐ ബട്ടണിലോ കൊടുക്കുന്നതായിരിക്കും. നിങ്ങളുടെ കയറി ഇത് ചെക്ക് ചെയ്ത് നോക്കാൻ പറ്റുന്നതാണ്. വളരെ യൂസ്ഫുൾ ആയ ടിപ്സാണ്, നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നതായിരിക്കും. സീ യു.